പൂജ നടക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി ഇരുന്ന് പൂജ ചെയ്യാണത്രേ. അപ്പോൾ കമൻറ്റ് ചെയ്തിരിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഈ കൊച്ചു പെണ്ണെ അവിടെ ഇരുന്ന് പൂജ ചെയ്യുന്നത്? അയാൾ കള്ളസ്വാമിയാണ്, അയാൾ നിന്നെ പീഡിപ്പിക്കുന്നു. ഈ പൂജ ചെയ്യുന്നത് ബാബാജിയുടെ ഭാര്യയാണ്, അംബാജി. ഇപ്പം സ്വന്തം ഭാര്യേനെ അല്ലാണ്ട് ബാബാജി വേറെ ആരെയും പീഡിപ്പിക്കുക? അത് പീഡനം ധാരാളം നടന്നിട്ടുണ്ടാവണം, കാരണം 3 കുട്ടികളുണ്ട്. ബാബാജി ഞാൻ സന്യാസിയാണെന്നും പറഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന ഒരാളല്ല. അദ്ദേഹം ദേവസ്വം അംഗീകൃത തന്ത്രിയാണ്. അതായത് തന്ത്രി എന്ന് പറയുന്നത് തന്ത്രവിദ്യ പഠിപ്പിക്കാൻ അധികാരമുള്ള താന്ത്രിക ആചാര്യനാണ്. ദേവസ്വം ബോർഡ് അംഗീകൃതമാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ താന്ത്രിക വിദ്യ പഠിച്ച് പല ക്ഷേത്രങ്ങളിലും പൂജ ചെയ്യുന്നുണ്ട്. ബാബാജി മുന്നോട്ട് വെച്ച ആശയമാണ്, അതായത് ഈ നമ്മുടെ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചാൽ മാത്രമേ പൂജ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊന്നുമില്ല. പൂജ പഠിച്ച മന്ത്രം പഠിച്ചവൻ ആരായാലും അവൻ തന്ത്രിയാണ്. ഇപ്പോൾ ഒരു പ്രത്യേക കാസ്റ്റിൽ ജനിച്ചാൽ മാത്രമേ അവർ ചെയ്യുന്ന പൂജ മാത്രമേ സ്വീകരിക്കുള്ളൂ എന്ന് ദൈവങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഇല്ലല്ലോ. ഇല്ല. ദൈവങ്ങൾ മനസ്സറിഞ്ഞ് ആര് വിളിച്ചാലും ദൈവങ്ങളുണ്ട് എങ്കിൽ ആ വിളി കേൾക്കും. തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ ഇന്ന മന്ത്രം ചൊല്ലിയാലാണ് ദൈവങ്ങൾ വിളി കേൾക്കുള്ളൂ എങ്കിൽ ആ മന്ത്രം ആര് ചൊല്ലിയാലും കേൾക്കണം. അപ്പോൾ അധസ്ഥിതർ എന്ന് പറയുന്ന ഒരു വിഭാഗം എന്ന് പറയപ്പെടുന്ന അധസ്ഥിതരേ അല്ല, എല്ലാവരും ഒരുപോലെ. പക്ഷേ അങ്ങനെ കണക്കാക്കുന്ന ഒരു വിഭാഗം അമ്പലത്തിൽ കയറണം, പൂജ നടത്തണം എന്ന് പറഞ്ഞ് അവിടെയാണ് ഈ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്നത്. ലാഭേച്ഛയില്ലാതെ അവർക്ക് വേണ്ടി അവർക്ക് ഭക്ഷണം താമസ സൗകര്യം ഒരുക്കിയിട്ടാണ് ബാബാജി പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ബാബാജിനെയാണ് കള്ളസ്വാമി എന്ന് പറയുന്നത്. അതാണ് ലോകം. പിന്നെ കണ്ണനെ സംബന്ധിച്ച് ഞാൻ കണ്ണൻ പറഞ്ഞില്ല, അഹങ്കാരിയായിരുന്നു, പ്രശസ്തിക്ക് വേണ്ടി പണത്തിന് വേണ്ടിയും ഒക്കെ പുറകെ പോയിരുന്ന ആളാണ് കണ്ണൻ എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ? അന്ന് കണ്ണൻ എല്ലാവരുടെ മുന്നിൽ വളരെ നല്ലവനായിരുന്നു. പക്ഷേ എനിക്ക് ഈ ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കണം, എനിക്ക് ലോകത്തിന് ചെയ്യാൻ കഴിയുന്ന നന്മ ചെയ്യണം എന്ന് വിചാരിച്ച് ഈ ലോകത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ, ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ, ഉള്ളത് മതി, ആർക്ക് വേണമെങ്കിൽ വിദ്യ പകരാം എന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ കണ്ണനെ വിളിച്ചു കള്ളാന്ന്. അതായത് നന്നായി നടക്കുന്ന കാലത്ത് നീചനെന്നും നീചനായി നടക്കുന്ന കാലത്ത് നല്ലവനെന്നും വിളിക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് കണ്ണൻ്റെ ജീവിതം കൊണ്ട് കണ്ണന് മനസ്സിലായത്. പിന്നെ ബാബാജി മണ്ണ് പോലിയേ മാനം പോലിയേ എന്ന് പറഞ്ഞൊരു തോറ്റം പാടുന്നുണ്ട്. ഈ തോറ്റം പാടുമ്പോൾ ഇയാൾ എന്താ പറയുന്നത്, ഇയാൾ ആൾദൈവം ചമയ എന്ന് പറഞ്ഞ് വീണ്ടും വരുന്നുണ്ട്. ആഘോഷങ്ങളിൽ പാട്ട് പാടുന്നത് സഹജമല്ലേ? തീർച്ചയായിട്ടും. പാട്ട് പാടുമ്പോൾ നമ്മൾ നൃത്തം ചെയ്യുന്നതും ആവേശം കൊള്ളുന്നതും സഹജമല്ലേ? ഇനിയിപ്പോൾ അത് ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ് എങ്കിൽ, ഇത് തെറ്റാണ് എങ്കിൽ, ഇത് ദുരാചാരമാണെങ്കിൽ ഈ കാവുകളിലും എന്താ പറയുക തോറ്റം പാട്ടൊക്കെ നടത്തുന്നിടത്തൊക്കെ ഉടുക്കും കൊട്ടി പാട്ടും പാടി അരമണിക്ക് ഇങ്ങനെയും ഇത് വാളും ചിലവും പിടിച്ച് കോവര ഉറഞ്ഞു തുള്ളുന്നുണ്ട് ദേവിയാന്ന് പറഞ്ഞിട്ട്. അതും പൊള്ളത്തരമല്ലേ? അതും പൊള്ളത്തരല്ലേ? ചോദ്യമാണ്, സമൂഹത്തോടുള്ള ചോദ്യമാണ്. ബാബാജി ഒരു പാട്ട് പാടിയിട്ടുള്ളൂ. ബാബാജി ഞാൻ ദൈവമാണെന്ന് പറഞ്ഞ് ഭഗവതിയാണ് അല്ലെങ്കിൽ ഭഗവാനാണെന്ന് പറഞ്ഞ് ഉറഞ്ഞു തുള്ളി വന്നിട്ടൊന്നുമില്ല. ബാബാജി ആവേശത്തിൽ ഒരു പാട്ട് പാടി. നമുക്ക് ഒരു പാട്ട് പാടുമ്പോഴും ചിലത് ചുമ്മാതറതില്ലേ എന്നൊക്കെ പറയുന്ന പോലെ നമുക്കൊരു ആവേശം വരില്ലേ? ശരീരഭാഷയാണ്. ആ പാട്ടിൻ്റെ ആവേശത്തിൽ ബാബാജി എന്തോ 2-3 ചേഷ്ടകൾ കാണിച്ചു. ഇത് അനാചാരാത്രേ, ഇത് ആൾദൈവം ചമയലാത്രേ. അപ്പം അവിടെ നടക്കുന്നത് എന്താണ്? എല്ലാം കൂടി ഒന്ന് കൂട്ടി വായിച്ചു നോക്ക്, എല്ലാവർക്കും ഉത്തരം കിട്ടും. തീർച്ചയായും. ഉത്തരം ആഗ്രഹിക്കുന്നവർക്ക്, അതെ, ഉത്തരം ആഗ്രഹിക്കുന്നവർക്ക് ഇതെല്ലാം ചേർത്ത് വായിക്കുക, അതിനുള്ള ഉത്തരം കിട്ടും എന്നുള്ളത്. എന്നുവെച്ചാൽ ഉത്തരം ആഗ്രഹിക്കാത്തവർക്ക് ഒരിക്കലും ഈ എന്തൊക്കെ ചേർത്ത് വായിച്ചാലും ഉത്തരം കിട്ടും. അല്ല, അവർ ഇരുട്ടിൽ തപ്പുകയാണ്. അവർ തപ്പട്ടെ.